വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഈ ഡെൻഡ്രോബിയം പ്ലാന്റ്സിനെ എങ്ങനെ നിറയെ ഷൂട്ട്സ് അല്ലെങ്കിൽ സ്റ്റെമ്മായിട്ട് ബുഷിയായിട്ട് വളർത്താമെന്നാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മെച്യൂർ ഡെൻഡ്രോബിയം പ്ലാന്റിനെയാണ് എടുത്തിരിക്കുന്നത്. ഈ മെച്യൂർ ഡെൻഡ്രോബിയം പ്ലാന്റിന് നോക്കിയാലറിയാം ഓൾറെഡി ഇതിനകത്ത് ഒരു 3 ഷൂട്ട്സോളം ഉണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ഫ്ലവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിനകത്തുനിന്ന് ഈ പോട്ടിൽ നിന്ന് ഇളക്കിയെടുക്കാതെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഇതിനെ ബുഷിയായിട്ട്, അതായത് ഒത്തിരി സ്റ്റെംസ് ഉള്ള ഒരു പ്ലാന്റായിട്ട് വളർത്താമെന്നാണ് നോക്കുന്നത്. നിങ്ങൾക്കറിയാം ഒത്തിരി സ്റ്റെം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ സ്പൈക്സും അതേപോലെ തന്നെ എണ്ണം ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡെൻഡ്രോബിയം പ്ലാന്റിനെ ഒരു 2 സ്റ്റെം നിർത്തിയിട്ട് നമ്മളിതിനെ സെപ്പറേറ്റ് ആക്കുവാണ്. അപ്പോൾ നമ്മൾ നോക്കണം എവിടെ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് പ്ലാന്റ് ഡാമേജ് ആവാതെ കട്ട് ചെയ്യാൻ പറ്റുന്നത് നോക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ഒരു പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി 2 അറ്റാച്ച്ഡ് ആണ്. ഇവിടെയും 2 നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഒരു ഷാർപ്പ് ബ്ലേഡ് എടുക്കുകയാണ്. ആ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇവിടെ കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല, തേച്ച് നൈഫ് അല്ലെങ്കിൽ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ ഇതേപോലെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ്. പക്ഷേ ഈ കേസിൽ നമ്മൾ റൂട്ട് ഈ പോട്ടിൽ നിന്ന് ഇളക്കി എടുക്കുന്നില്ല, ഈ പോട്ടിൽ തന്നെയാണ് വെക്കുന്നത്. പക്ഷെ നമ്മൾ ഈ സ്റ്റെംസിനെ 2ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ഇത് ഈ ഒരു പോയിന്റിൽ വെച്ച് ഇത് 2 സെപ്പറേറ്റ് പ്ലാന്റായിട്ട് മാറിയിരിക്കുകയാണ്. കട്ട് ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ സാഫ് അല്ലെങ്കിൽ നമ്മൾ മെഴുതിരി ഉരുക്കിയതായാലും മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ മെഴുതിരിയാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ അടിയിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, മുകളിലോട്ടൊന്നും കയറി ഇരിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം ന്യൂ ഗ്രോത്ത് ഉണ്ടാവാൻ പോവുകയാണ്. അതിനുശേഷം ഈ പ്ലാന്റ് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നൂല് വെച്ചിട്ട്, അല്ലെങ്കിൽ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ചാക്കുനൂലാണ്, അത് ഉപയോഗിച്ചിട്ട് ഈ പ്ലാന്റ്സിനെ ഒരുമിച്ച് കെട്ടി നിർത്തണം, അല്ലെങ്കിൽ ഇത് മറിഞ്ഞു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ശേഷം എന്തെങ്കിലും ഒരു നൂലോ എന്തെങ്കിലും വെച്ചിട്ട് ഈ പ്ലാന്റ്സിനെ ഒരുമിച്ച് നമ്മൾ കെട്ടി നിർത്തണം, അല്ലെങ്കിൽ അത് മറിഞ്ഞു പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഒരുമിച്ച് ആക്ച്വലി ഇപ്പം നോക്കുമ്പോൾ പ്ലാന്റിന് വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഈ പ്ലാന്റിനെ 2 സെപ്പറേറ്റ് പ്ലാന്റാക്കി കട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഒരു പോയിന്റിൽ. അപ്പോൾ ഇനി ഒരു പന്തോടിയും കഴിയുമ്പോൾ ഈ ഒരു ഇവിടെ നിന്നെല്ലാം ന്യൂ ഷോട്ട്സ് വന്നുകൊണ്ടേയിരിക്കും. നമ്മളിവിടെ പോട്ടിൽ നിന്ന് അനക്കാത്തത് കൊണ്ട് പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ ഇത് അഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ന്യൂ ഷൂട്ട്സ് വരുന്നതായിരിക്കും. ഒരു 2 months മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളൊരു പ്ലാന്റാണിത്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ ഒരു പോയിന്റിലാണ് ഞാൻ അന്ന് കട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് പുതിയ 2 ഷൂട്ട്സ് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പ്ലാന്റും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡെൻഡ്രോബിയം പ്ലാന്റ്സ് നല്ല ബുഷിയായിട്ട് ഗ്രോ ചെയ്യുകയും ചെയ്യും, നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യും. താങ്ക് യു.